നമ്മുടെ അമ്മ ഒരു അന്യായവും കാണിച്ചിട്ടില്ല ജയേട്ടാ. ജോത്സ്യര് പ്രശ്നം വെച്ചപ്പോഴും ഈ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ നടക്കുന്ന കണ്ടു. അതിന് ജോത്സ്യൻ നിർദ്ദേശിച്ച പരിഹാരക്രിയ ഇത്. മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത ഇത്തരം കാര്യങ്ങളെ ഉള്ളോ പരിഹാരക്രിയക്കായിട്ട്? അത് ജ്യോതിഷല്ലേ ജയേട്ടാ, ജ്യോതിഷം സത്യമാണ്. അമ്മ അതിൽ അടിയുറച്ചു വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞത് നിസ്സാരക്കാരനല്ല, വാഴപ്പാടി തിരുമേനിയാ. വാഴക്കാലായും കപ്പക്കാലായും ഇങ്ങനെയുള്ള യൂസ്ലെസ്സുകളാ പല തറവാടുകളും കുളം തോണ്ടുന്നത്. എന്തായാലും ഇത്തരം ഒരു പരിഹാരക്രിയൊന്നും ഇവിടെ പറ്റില്ല. അമ്മയോട് എനിക്ക് അതിര് കഴിഞ്ഞ സ്നേഹമൊക്കെ ഉണ്ട് എന്നുവെച്ച് ഇത് ചോദിക്കാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല. ഈ തീരുമാനം തിരുത്തണം. പോകരുത്, അമ്മയുടെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യരുത്. അഭിപ്രായം ഇരുമ്പുലക്കൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മയെ തിരുത്തിയേ പറ്റൂ. അച്ഛാ, മുത്തശ്ശി കരഞ്ഞു പറഞ്ഞു ഈ അഗ്നി പരീക്ഷണം കുടുംബത്തിന് വേണ്ടിയാണെന്ന്. മുത്തശ്ശി അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. ജയേട്ടൻ കൂടി ചോദ്യം ചെയ്ത അമ്മ തകർന്നു പോവും, അമ്മ വീണു പോവും ജയേട്ടാ. അത് പിന്നെ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. അച്ഛൻ കാർത്തേട്ടനെ തെറ്റിദ്ധരിക്കണ്ട. ഞാനും കാർത്തേട്ടനും തമ്മിലുള്ള മാരേജ് ലൈഫിന് ഒരു ബോണ്ടുണ്ട്. ഒരു മേനകയ്ക്കും അത് തകർക്കാനാകില്ല. ചിതലിന് ചിറക് മുളയ്ക്കുന്നത് പറക്കാനാണെന്ന് തെറ്റിദ്ധരിക്കണ്ട, അത് മരിക്കാനാ. തീജ്വാലകളിൽ വന്ന് വീണ് കരിഞ്ഞു തീരാൻ. നീ തിരിച്ച് ചെമ്പകമംഗലത്തേക്ക് വന്നു കയറിയത് വെറുതെ ഒന്നും അല്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. ഞങ്ങൾ ക്ഷമിച്ചു തരുന്നത് വൈകമോൾ ഞങ്ങളുടെ ഒരു ദൗർബല്യമായി പോയെന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാ. പക്ഷേ ഗത്യന്തരമില്ലാതെ വന്നാൽ പല ദൗർബല്യങ്ങളും ഞങ്ങൾ തൽക്കാലം മാറ്റിവെക്കും. നീ ക്ഷണിച്ചു വരുത്തുന്നത് നിന്റെ ദയനീയമായ മരണത്തെയാ. അത് നീ മറക്കണ്ട, മറക്കരുത്. എത്ര കൃത്യം! ഇത് തന്നെയാ വൈശാഖ് പറഞ്ഞ പ്ലാൻ. പക്ഷേ മുത്തശ്ശി പുറത്ത് നിൽക്കുക, അവരൊന്ന് അകത്തേക്ക് കയറണമല്ലോ. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞ്! അയ്യോ മോളെ, കുഞ്ഞിപ്പൊ താഴെ വീണ് തല പൊട്ടിയനല്ലോ. ഇവരൊക്കെ ഇതെവിടെ പോയി? മീനാക്ഷി, മീനാക്ഷി! എന്താമേ, എന്തു പറ്റി? എന്താ മുത്തശ്ശി കാര്യം? ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? പെറ്റമ്മ പോട്ടെ, അത് വെറും പണിമുടക്ക്. ഇതിന്റെ പോറ്റമ്മ എവിടെ പോയി? പോറ്റമ്മയെന്ന് പറഞ്ഞ് ചമഞ്ഞു നടക്കുന്നതല്ലാതെ ഈ കുഞ്ഞിന്റെ ഒരു കാര്യത്തിലും മീനാക്ഷിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല അമ്മേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ എല്ലാരും കൂടി എന്റെ നേർക്ക് വരും, ഞാൻ ഒറ്റപ്പെടും.
ഇതിനെ പ്രസവിച്ചത് ഞാനാണെന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കിവിടെ ഇല്ല. ആ, ആ, അത് പിന്നെ നിന്റെ കുഴപ്പം തന്നെയാ. ആ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യത്തില് മീനാക്ഷി കാണിക്കുന്ന അവഗണന സഹിക്കാൻ പറ്റാത്തതാ. പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. ഇത് അനർത്ഥമാ. ഈ കുഞ്ഞിന് താഴെ വീണ് എന്തേലും പറ്റും, അത് ഉറപ്പാ. ഇതാ ജോത്സ്യം പറഞ്ഞതൊക്കെ തന്നെ ഈ തറവാട്ടിൽ സംഭവിക്കും. ഓരോരുത്തർക്കായിട്ട് എന്തെങ്കിലും അപകടം പറ്റും. ജോത്സ്യം പറഞ്ഞതും അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം കുഞ്ഞിന്, അതിനുശേഷമേ മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും പറ്റൂ. അതിന് ജോത്സ്യം പറഞ്ഞ പരിഹാരം എന്തേലും ഇവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? പരിഹാരം എന്തേലും ചെയ്താലല്ലേ തറവാടിലെ ആപത്തുകൾ മാറിക്കിട്ടുള്ളൂ. ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കള് കുഞ്ഞിനോടൊപ്പം ഒരേ മുറിയിൽ അന്തി ഉറങ്ങണമെന്നാ ജോത്സ്യം വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മൈഥിലി? ഇല്ല. മീനാക്ഷിയും കുഞ്ഞും കാർത്തിയും കൂടെയാ ഒരു കട്ടിലിൽ അന്തി ഉറങ്ങുന്നത്. ഞാൻ ആ മുറിയുടെ മറ്റൊരു മൂലയില. ഒരു ജീവൻ ഏത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചോ അവരാണ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. ഈ കുടുംബത്തിന്റെ മൊത്തം ദോഷങ്ങൾ മാറണമെങ്കിൽ കുട്ടിയുടെ പെറ്റമ്മ തന്നെ അതിന്റെ അച്ഛനോടൊപ്പം 21 ദിവസം ഒരുമിച്ച് കഴിയണം. ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ ജീവന് മാത്രമല്ല ആപത്ത് വരുത്താൻ പോകുന്നത്, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവന് തന്നെ ഭീഷണിയാവും. ജോത്സ്യം പറഞ്ഞതുപോലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ ഈ ചെമ്പകമംഗലത്ത് ഒടുവില് അപകടങ്ങളുടെ തെരളിയായിരിക്കും. ഞങ്ങളിപ്പോ ഔട്ട് ഹൗസിലേക്ക് താമസം മാറിയെങ്കിലും ജഗദീഷ് ചേട്ടനെ പറ്റി ഓർക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു പേടിയാ. ഇങ്ങനെയുണ്ടൊരു മുൻകോപം ആരെങ്കിലും എടുത്തിട്ട് കൊടയും. ഈ വീട്ടിൽ അപകടങ്ങൾ വരണമെന്ന് ചിലർക്ക് നിർബന്ധമുള്ള പോലെയാ അവരുടെ പ്രവൃത്തി. എന്താ മുത്തശ്ശി, എന്താ ഇവിടെ പ്രശ്നം? നീ ഇതെവിടെ പോയിരുന്നു? കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇട്ടേച്ച്. ഞാൻ അമ്മയുടെ മുറിയിലുണ്ടായിരുന്നു. എന്തു പറ്റി മുത്തശ്ശി? കുഞ്ഞിപ്പൊ തലയും തല്ലി നിലത്ത് വീണേനെ. ഞാൻ കൃത്യസമയത്ത് അത് കണ്ടു വന്നത് നന്നായി. കുഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു. ദൈവം എന്നെ അത് കാണിച്ചു തന്നതാ. കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു 3 മിനിറ്റ് ആയില്ല. മാത്രമല്ല കുഞ്ഞ് വീഴാതിരിക്കാൻ ഞാൻ തലകണയും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തലയണയും ഞാൻ കണ്ടില്ല. എന്നാലേ ആ തലകണ ചിലരൊക്കെ എടുത്ത് മാറ്റിയതാ. ദേ, ആരെയും കുറ്റം പറയണ്ട. നമ്മുടെ കാര്യം പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ. ദേ, ഇപ്പൊ ഞാൻ കണ്ടുവന്നതുകൊണ്ട് വലിയൊരു ആപത്ത് ഒഴിവായി. ആ വാഴപ്പാടി തിരുമേനി പറഞ്ഞത് 100% ശരിയാ. ഈ തറവാടിന്റെ മേല് എന്തോ ഒരു ശാപം നിലനിൽക്കുന്നുണ്ട്. അതാ ഈ ആപത്ത്. ആപത്തുകളും അപകടങ്ങളൊക്കെ ഒഴിവാകണമെങ്കിൽ ആ തിരുമേനി പറഞ്ഞതുപോലുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതെ, ഇക്കാര്യത്തിൽ ഞാൻ മാലതി പറഞ്ഞത് ശരിവയ്ക്ക. ഇരുപത്തിയൊന്ന് ദിവസം കുഞ്ഞും കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളും ഒരു മുറിയിൽ അന്തി ഉറങ്ങണമെന്ന വ്യവസ്ഥ. ഇനിയുള്ള ബാക്കി ദിവസങ്ങളില് മീനാക്ഷി കാർത്തിക്കിന്റെ ബെഡ്റൂമിൽ അന്തി ഉറങ്ങാൻ പാടില്ല. അത് കാർത്തിക്കിന് മീനാക്ഷിയെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റൂ എന്നതിന്റെ ഒരു പരീക്ഷണം കൂടിയാണ്. എന്താ മുത്തശ്ശി ഇത്? ഏകാധിപതി എന്ന് വിധി എഴുതിയാലും വിരോധമില്ല. പറഞ്ഞതനുസരിച്ചാ മതി. പിടിക്കും. മരുഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനെ സാത്താൻ
40 രാത്രിയും 40 പകലും പരീക്ഷിച്ചെന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. യേശു പതറിയില്ല. നീ എന്ത് വേഷം കെട്ടി ഇറങ്ങിയാലും കാർത്തിയേട്ടൻ എന്റെയാ. ഞാൻ ഈ മനസ്സിലുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് നിന്റെ ശല്യം ഏൽക്കയില്ല. കാർത്തിയേട്ടാ, ഉം? മൈഥിലി ഇന്ന് പൊതുശല്യം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലല്ലോ. ദാ ഇത് കഴിക്ക. മീനാക്ഷിയും കൂടെ ഇവിടെ ഇരിക്കെ. വരട്ടെ മീനാക്ഷി, ഞാൻ കഴിക്കാം. എന്തിനാ ഇത്ര ടെൻഷൻ? ഇത് കഴിക്ക. എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും മീനാക്ഷി? മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? അതിപ്പോ എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. കാർത്തിയേട്ടന് അവളെ മൈൻഡ് ചെയ്യേ വേണ്ട. അവളാ മുറിക്കകത്ത് ഒരിടത്ത് കിടന്നോട്ടെ. കാർത്തിയേട്ടന്റെയും എന്റെ കുഞ്ഞിന്റെയും അടുത്തുനിന്ന് മാറിക്കിടക്കാൻ എനിക്കും സങ്കടമാ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ജോത്സ്യം പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമെന്ന് പറയുന്നു. മുത്തശ്ശി അത് പറയുന്നത്, നമ്മളത് ധിക്കരിക്കണ്ട. വിഷമിക്കാതെ ദാ കഴിക്ക്. കാർത്തിയേട്ടൻ ഇത് കഴിച്ചെവിടെ ഇരിക്കെ. ഞാൻ കുഞ്ഞിനെ ഉറക്കിയിട്ട് വരാം. കുഞ്ഞിപ്പ അമ്മയുടെ കൂടെയാ. ശരി. ദാ. ഇങ്ങനെ നാണമില്ലാത്തൊരു ജന്തു. വളച്ചെടുക്കുക, പിന്നെ തേച്ചിട്ട് പോവാ. ഇതാണല്ലോ നിന്റെ തൊഴില്. എന്റെ കാർത്തിയേട്ടനെ വശീകരിക്കാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വേഷം ഇട്ടിരിക്കുന്നത്? ഇത് എന്റെ ബെഡ്റൂം ആടി. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരടി ചോദിക്കാൻ? ഇതൊക്കെ ഞാൻ ചെയ്യുന്നതേ നിന്റെ മുത്തശ്ശി പറഞ്ഞിട്ടാ. കാർത്തി എന്നെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടിയത് കൊണ്ടാ നിങ്ങളുടെ തറവാടിനീ നാശമൊക്കെ. അത് ഞാനായിട്ട് പരിഹരിച്ചു തരിക. നിർത്തി. നീ ബാക്കി കൂടി കേക്ക്. എനിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ കുറെ ദിവസം കാർത്തിയുടെ ഭാര്യയായി കഴിയണം. എന്നാലേ ഈ തറവാടിന് നിലനിൽപ്പുണ്ടാവും. ഞാൻ ചെയ്യുന്ന ഈ ഉപകാരത്തിന് ഈ തറവാട്ടിലുള്ളവരെല്ലാവരും എന്നോട് കടപ്പെട്ടവരാണ്. ഞാനിത് നിർത്തിയിട്ടെ എന്റെ പാട്ടിന് പോയാ നിന്റെ മുത്തശ്ശി വന്നെന്റെ കാല് പിടിക്കും. കാണണോ നിനക്കത്? കാണണോടി? ഇത് നിന്നോട് എനിക്കുള്ള പ്രതികാരമാ. അതിനുള്ള കണക്ക് വീട്ടുക ഞാൻ. എനിക്കറിയാടി എന്ത് വേണോന്ന്. നിന്നെ ഞാനത് കാണിച്ചു തരാം. കാർത്തിയേട്ടാ, എന്താ മീനാക്ഷി? അതെ, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ വന്ന് പറഞ്ഞിട്ടേ ബെഡ്റൂമിലേക്ക് പോവാവൂ. അതെന്താ മീനാക്ഷി?
ആ ബെഡ്റൂമിൽ വെച്ച് കാർത്തിയേട്ടൻ ചിലരോട് പോലീസ് മുറിയിൽ വയലന്റ് ആവാതിരിക്കാൻ ഒരു കാര്യമുണ്ട്. ആ അത് സസ്പെൻസ്, പിറകെ പറയാം. എന്താ ഈ മീനാക്ഷി ഒപ്പിക്കാൻ പോകുന്നത്? ഏയ്, ഇതെന്താ ഇങ്ങനെ തറയിൽ കിടക്കുന്നത്? ബെഡ്ഷീറ്റ് ഒന്നുമില്ലേ? ബെഡ്ഷീറ്റ് ഞാൻ ചോദിക്കാൻ മറന്നുപോയി സാർ. ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിക്കണം. ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള ആളുകളും കുഴപ്പക്കാരൊന്നുമല്ല. ശരി, ഞാനിപ്പോ വരാം. ആ കാർത്തിയേട്ടാ, ആ, എന്നെ കാത്തുനിന്ന് മുഷിഞ്ഞോ? നിന്നെ കാണാത്തതിലുള്ള മുഷിപ്പേ ഉള്ളൂ. ആ മൈഥിലി ബെഡ്റൂമില് കടപ്പുറത്തേക്ക് വന്ന ഇംഗ്ലണ്ടുകാരി മദാമെ പോലെ ഇരിക്കുക. ആ വേഷം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ആ യൂസ്ലെസ്സിനെ കാണുക വേണ്ട. ദൈവമേ, ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുകയായിരുന്നു. കൊല്ലുകയും മരിക്കുക ഒന്നും വേണ്ട, അവളെ കാണാതിരുന്നാ പോരെ. ആ മുറിയിൽ പോവാതിരിക്കാൻ എങ്ങനെ പറ്റും മീനാക്ഷി? മുത്തശ്ശിയുടെ വാർണിംഗ് അല്ലേ? മുറിയിൽ പോകാനും നമ്മുടെ കുഞ്ഞിനോടൊപ്പം കിടക്കാനും അവളെ കാണാതെ ഇരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ ചെയ്തു തന്നാ പോരെ. എന്ത് സൊല്യൂഷൻ? ദാ ഇത് കണ്ടോ? ഇതെന്താ? ഇത് കണ്ണിൽ കെട്ടിക്കിടന്ന് ഉറങ്ങിയാൽ മതി. നേരം വെളുക്കോളം ആ നാശത്തിനെ കാണാതിരിക്കാൻ പറ്റും. ഓ, അത് കൊള്ളാം. കെട്ടിക്കോ കെട്ടിക്കോ. എന്നിട്ടേ മീനാക്ഷി തന്നെ എന്നെ ആ മുറി കൊണ്ടുവന്ന് ആക്കണം. ഇല്ലെങ്കിൽ ഞാൻ തട്ടി വീഴും. അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ആക്കാം. ഇതങ്ങ് വിരിച്ചു കിടന്നോളൂ. അയ്യോ സാർ, ഇതൊന്നും വേണ്ടായിരുന്നു. സാറ് വെറുതെ ബുദ്ധിമുട്ടി. ആ, എന്താ നിങ്ങളുടെ പേര്? മായമ്മ. മായമ്മേ, ഇത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെയും ജനാർദ്ദന കൈമളിന്റെയും വീടാ. ഇവിടെ ആരോടും ഒരു വേർതിരിവും കാണിക്കില്ല. ഇവിടെ ഞങ്ങളെ സഹായിച്ച് ജീവിക്കുന്നവരെല്ലാം ഞങ്ങളുടെ സഹോദരികളും സഹോദരന്മാരുമാണ്. ഇതെന്താ പാതിരാത്രി ജയറാമും അടുക്കളക്കാരും തമ്മിൽ ഇടപാട്? ഇവിടെ താമസിക്കുന്ന കാലത്തോളം എന്ത് സഹായവും മായമ്മയ്ക്ക് ഞങ്ങളോട് ചോദിക്കാം. അതിനൊന്നും ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സഹായം ചോദിക്കണമെന്ന് പറയുന്നു. പാതിരാത്രി സഹായം എന്ന് ഉദ്ദേശിച്ചെന്താ? ആഹാ, ജയറാമേട്ടൻ എന്താ ഈ സമയത്ത് നിനക്ക് കൊണ്ടു തന്നത്? ഞാൻ തണുത്ത് വിറച്ച് കിടക്കുന്ന കണ്ടിട്ട് സാർ എനിക്ക് ബെഡ്ഷീറ്റും തലേണയും കൊണ്ടു തന്നതാ.
നിനക്ക് ഞങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചൂടായിരുന്നോ? ഞാനത് ചോദിക്കാൻ മറന്നുപോയി.